അർജുനന്റെ ഞാൻ എന്ന ബോധത്തെ ഭഗവാൻ ഇല്ലാണ്ടാക്കുന്നു. അർജുനൊരു വിചാരം ഉണ്ടായിരുന്നു, ഈ ഗാണ്ഡീവം കയ്യിലുണ്ടെങ്കിൽ, അമ്പൊടുങ്ങാത്ത ആവനാഴി കയ്യിലുണ്ടെങ്കിൽ എന്തും എന്നെ കൊണ്ട് സാധിക്കുന്നു. ഭഗവാൻ നേരിട്ട് അർജുനോട് യുദ്ധം ചെയ്യുന്നു കിരാതരൂപത്തിൽ. അർജുനൻ അറിയില്ല ഈ വന്നു നിൽക്കുന്നത് മഹാദേവനാണെന്നൊന്നും, എങ്കിലും തൻ്റെ വീര്യത പ്രകടിപ്പിക്കുന്നു അർജുനൻ. പക്ഷേ ഭഗവാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അർജുനന് സാധിക്കുന്നില്ല. പലപ്പോഴും അർജുനൻ വലിയ ക്ഷതങ്ങൾ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നു ഭഗവാന്റെ കയ്യിൽ നിന്ന്. ആ സമയത്ത് എല്ലാ തരത്തിലുള്ള ഞാൻ എന്ന ബോധവും പോയപ്പോൾ ഇനി ഭഗവാൻ മാത്രമാണ് അഭയം എന്ന് തോന്നിയ അർജുനൻ അവിടെ വെച്ച് മണ്ണുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി അതിലേക്ക് പുഷ്പങ്ങൾ അർച്ചിച്ചു എന്നാണ്. അർജുനൻ നോക്കി നിൽക്കുമ്പോൾ കാണുന്നത് താൻ അർപ്പിക്കുന്ന ഓരോ പൂവും ആ കാട്ടാളനായി നിൽക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ കാലിനടിയിൽ ചെന്ന് വീഴുന്നതാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാദേവൻ തന്നെയാണെന്ന് മനസ്സിലാക്കി അർജുനൻ അദ്ദേഹത്തെ നമസ്കരിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഞാൻ എന്ന ബോധം ഇല്ലാതായ സമയത്ത് ഭഗവാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അസ്ത്രമായിട്ടുള്ള പാശുപതം എന്ന് പറയുന്ന ദിവ്യാസ്ത്രം അർജുനന് കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ്.